നമ്മുടെ നാട് ഭാരതനാട് പാർട്ടിക്കാർ വാഴും ഈ നാടിനി എന്നു നന്നാവും ദൈവത്തിൻ്റെ സ്വന്തം നാട്. ഒരുപാട് പാർട്ടിക്കാരൊക്കെ നാട് മുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിയുടെ പൂച്ചെണ്ടുകളുമായി അല്പനേരം സല്ലപിക്കാൻ നിങ്ങളുടെ കോമിക്കോൺ തിരികെയാണ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും കോമിക്കോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹലോ, കോമിക്കോണിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ചേനപ്പാടിയിൽ നിന്നാണേ. ചേനപ്പാടിയിൽ നിന്ന് ആരാന്നേ? ശ്രീജ. എന്ത് ചെയ്യുന്നു ഷീജ? ഞാന് ഒരു ആയുർവേദത്തിന്റെ ഓഫീസിൽ അക്കൗണ്ടിങ്. ആയുർവേദത്തിന്റെ ഓഫീസ്. ഈ ആയുർവേദത്തിൽ വണ്ണം കുറയുന്നതിനായിട്ട് വല്ല മരുന്നുകളും കണ്ടുപിടിച്ചോ? വണ്ണം കൂടുന്നതിനോ? വണ്ണം കൂടുന്നതിന് കുറയാനായിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ ഷീജ? കുറയാനല്ല, കൂട്ടാനുണ്ട്. എന്റെ ആടിജി, കുറയാനായിട്ട് വല്ല മരുന്നുണ്ടോ? കുറയാനല്ല, സൂര്യചേട്ടനല്ലേ? അതെയല്ലോ, സൂര്യചേട്ടന് ആവശ്യത്തിനുള്ള വണ്ണം ഉണ്ടല്ലോ. ഞാൻ ഇപ്പം വീട്ടില് എനിക്ക് വാതിൽ മാറ്റി പിടിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുക കാര്യങ്ങൾ. പാടാ കേട്ടോ. വണ്ണം കുറയ്ക്കാൻ വേണ്ടിട്ടാ ഞാൻ ചോദിച്ചത്. കുറയ്ക്കാന് വരുന്നില്ല, ഒരു രക്ഷയില്ല. ഏതാ ആയുർവേദ കമ്പനിയാ? ഋഷി റിസർച്ച് എന്ന് പറയും. ഋഷി റിസർച്ച് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ബാമൊക്കെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ. ഈരാറ്റുപേട്ടയാണോ ഓഫീസ്? എന്റെ എനിക്കറിയാം, നമ്മുടെ നാട്ടുകാരല്ലേ. എന്റെ വീട് പാലായിലാ. പാലായിലുണ്ട് ഞങ്ങൾക്ക് ബ്രാഞ്ച് ഓഫീസ്. അതെ അല്ലേ? കേരളം മുഴുവൻ നിങ്ങളുടെ ബ്രാഞ്ച് ഓഫീസ്, നിങ്ങളുടെ ഓഫീസുകൾ വികസിക്കട്ടെ കേട്ടോ. കേരളം മുഴുവനില്ല, വികസിച്ച് വരട്ടത്. എന്താ എല്ലാം വികസിച്ച് വരട്ടെ, പുരോഗമനം ഉണ്ടാവട്ടെന്ന്. വീട്ടിലാരൊക്കെ ഉണ്ട് ഷീജ? വീട്ടില് 4 ബ്രദേഴ്സ് ഉണ്ട്. 4 ബ്രദേഴ്സ് ഉണ്ട്. പിന്നെ അമ്മയുണ്ട്. ഓക്കെ. ബ്രദേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? 2 പേര് പൊൻകുന്നത്ത് ബോർമ നടത്തുക. ബേക്കറിയാ? ഓക്കെ. അപ്പൊ നമ്മള് കൂട്ടാണേ. ബേക്കറി എന്നാക്കെയാണോ ഉണ്ടാക്കുന്നത്? എല്ലാം ഉണ്ടാക്കും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്യാബിനറ്റ് ഓഫീസ് അറിയാവോ? അറിയാം. ഇതിലേക്ക് വരുമ്പോഴേ വല്ല കേക്കോ ജിലേബിയോ ലഡുവോ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചാൽ മതി കേട്ടോ. പാഴ്സലാക്കി എന്നാന്ന് പറഞ്ഞു ബോംബാന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുക്കാം. അല്ലുമാര് പൊട്ടിച്ച് കഴിക്കും കേട്ടോ. ഇതെല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലാ 8:30. നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? എല്ലാ ശനിയാഴ്ചയും ഉണ്ട്. ഈ ശനിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത ശനിയാഴ്ച ഉണ്ടല്ലോ, ആ ശനിയാഴ്ച കാണാം കേട്ടോ. ഇവരത് ജീവി കുറെ എപ്പിസോഡ്. അപ്പം ഞാനിപ്പോ നമ്മൾ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇങ്ങോട്ട് വന്ന് 2-3 എപ്പിസോഡ് ഇങ്ങനെ എടുക്കേ. ഇത് ഓരോ കട്ട് ചെയ്ത് ഓരോ ശനിയാഴ്ച ദിവസങ്ങളിലാണ്. ഇതിന് ടെക്നിക്കൊന്നും പറഞ്ഞു തരാൻ പാടില്ലാത്തതാണ്. അപ്പൊ നമ്മൾ ഈ ബേക്കറിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ രഹസ്യങ്ങളൊക്കെ ഞാൻ ശ്രീജിക്ക് പറഞ്ഞു തരാം കേട്ടോ. മറ്റൊന്നും വിചാരിക്കല്ലേ. ഓക്കെ. അമ്മയൊക്കെ അന്വേഷണം പറയണം കേട്ടോ. ഇഷ്ടപ്പെട്ട നടനാരാ? ഇഷ്ടപ്പെട്ട നടനാരാ? മമ്മൂട്ടി. എനിക്കും അതെ, മമ്മൂട്ടിയെ ഭയങ്കര ഇഷ്ടമാ. മമ്മൂട്ടിയുടെ പടം എല്ലാം കണ്ടോ? പുതിയത് നേപ്പടം കണ്ടോ? നേപ്പടം കണ്ടോ? വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. അത് കണ്ടോ? അത് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എടുത്തു വെച്ച പടമല്ലേ, നമ്മുടെ മേലുകാവിലും പരിസരങ്ങളിലൊക്കെ. ഞാൻ ആ കോളേജിലാണ് പഠിച്ചത്, മേലുകാവിലെ. അതുകൊണ്ട് അവരിപ്പം കോളേജൊക്കെ പൂട്ടിയെന്ന് പറയണ കേട്ടു. അപ്പം അതെ. അപ്പൊ ഋഷിയൊക്കെ നന്നായിട്ട് പോട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ ഒരുപാട് എന്താ പറയാ, പ്രാർത്ഥനകളോടുകൂടി ഇടയ്ക്ക് വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളെ വിളിച്ചത് ശ്രീജയാണ്. അപ്പം അവർക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി നമുക്ക് നല്ലൊരു കോമഡി സീൻ കാണാം. നാടോടുമ്പോൾ നടുവയോടുന്ന ജനസമൂഹത്തെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കുവാനുമായി ഞാൻ എത്തിയിരിക്കുകയാണ് വീണ്ടും നിങ്ങളുടെ സ്വന്തം കോമിക്കോണിലൂടെ. എല്ലാ മാന്യപ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു കോമിക്കോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്. കോമിക്കോണിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും കോമിക്കോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഈ കോമിക്കോൺ തുടങ്ങിയിട്ട് ഏകദേശം 60-65 എപ്പിസോഡുകളായി അതിവേഗം ബഹുദൂരമായിട്ട് കോമിക്കോൺ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടിച്ചു നിരത്തലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യാണ് കോമിക്കോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക്.